പോലുണ്ട്. ജാതകം അങ്ങനെ 100% പൊരുത്താണ്. അങ്ങനെ മൂഞ്ചി വെക്കല്ലേ. ഇപ്പോൾ ആ ഒരു പെണ്ണിന്റെ വീട്ടിലെത്തി കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുമ്പോൾ വീടിന്റെ മുകളിൽ നിന്ന് ഹീറോയിൻ നോക്കി നിൽക്കുന്നു. കണ്ട ഉടനെ ഇവർക്ക് ലുക്ക് ബേസ് ആയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കുടുംബമായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിന്റെ അമ്മ പറയുന്നുണ്ട്, ഇവിടെയുള്ള പലഹാരമൊക്കെ എൻ്റെ മോളാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് അത്രത്തോളം കൈപ്പുണ്യമാണ് എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞ് വെച്ച് തള്ളുന്നുണ്ട്. അപ്പോൾ ഹീറോയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കും ഹീറോയെ ഇഷ്ടപ്പെടുന്നുണ്ട്. സ്മാർട്ടാണ് എന്ന് വിചാരിച്ച് നോക്കുന്നു. ഹീറോയിൻ്റെ ആൻറ്റി വന്നിട്ട് ഹസ്ബൻഡ് ജവാൽപൂരിൽ ഇലക്ട്രിസിറ്റിയിൽ എഞ്ചിനീയർ ആണ് എന്ന് പറഞ്ഞ ഉടനെ കേട്ട ഉടനെ ഈ ഒരു ജവാൽപൂരി എന്ന് കേട്ട ഹീറോയിൻ്റെ മൂഞ്ചി ആകെ മാറിപ്പോകുന്നുണ്ട്. കാരണം ഹീറോയിൻ ഭയങ്കര മോഡേൺ ടൈപ്പാണ്. ഞാൻ ഈ ഒരു സിറ്റിയിലല്ലാണ്ട് ഞാൻ ഗ്രാമത്തിൽ ജീവിക്കണോ എന്ന് ചിന്തിക്കുമ്പോൾ ആൻറ്റി ഇങ്ങോട്ട് നോക്ക്, കഴിഞ്ഞ 5 വർഷത്തിൽ നിന്റെ ജാതകത്തിന് കറക്റ്റായിട്ടുള്ള ഒരാളെ കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയ ആളാണെങ്കിൽ അവൻ്റെ മണ്ടയിൽ മുടിയുമില്ല. ഇപ്പോൾ ഇവനെ കിട്ടിയിട്ടുണ്ട്, പോയി സംസാരിച്ച് നോക്ക്, ഏരിയ ഒന്നും നോക്കണ്ട എന്ന് ഇവർ അഡ്വൈസ് ചെയ്യുമ്പോൾ ശരി ഓക്കെ സംസാരിക്കുക എന്ന് വിചാരിച്ച് രണ്ടുപേരും തനിയെ സംസാരിക്കുന്നുണ്ട്. തൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആവണം എന്ന് ഹീറോയിന് പല ആഗ്രഹങ്ങളും ഉണ്ട്. എന്നാൽ നമ്മുടെ ആൾ കുറച്ച് ബോറിംഗ് ടൈപ്പാണ്. പൊതുവെ വന്ന് കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് ഞാനുണ്ട് എൻ്റെ കാര്യങ്ങളുണ്ട് എന്നതുപോലെ ഉണ്ടായാൽ തന്നെ ബോറിംഗ് എന്ന് പറയും. അതുപോലെയാണ് ഹീറോ. എന്നാൽ ഹീറോയിൻ അങ്ങനെയല്ല, ഭയങ്കര ജോലിയാണ്. അവരാണ് സംസാരം തന്നെ തുടങ്ങുന്നത്. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണെന്നും എനിക്ക് ഈ ഒരു ഹൗസ് വർക്കൊന്നും അറിയില്ല, പക്ഷേ ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാനൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹോംലി ആയിട്ടുള്ള പെണ്ണാണ് എന്ന് പറഞ്ഞിട്ട് അല്ല നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്, നിങ്ങൾ ദിനേശ് പണ്ഡിറ്റിൻ്റെ നോവൽ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ എന്ത് ദിനേശ് പണ്ഡിറ്റോ, നിങ്ങൾ പറയുമ്പോഴാണ് ആ ഒരു പേരെന്നെ കേൾക്കുന്നത്. എനിക്കെന്ത് ഹോബി, ജോലിക്ക് പോയ ഈവനിങ് വീട്ടിലെത്തും, അടുത്തടുത്ത വീടുകളിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ട് എന്നൊക്കെ അതും ചെയ്തു കൊടുക്കും എന്ന് പറയുമ്പോൾ അത് കേട്ട ഹീറോയിന് ഷോക്കായിട്ട് പെർഫെക്റ്റ് ടൈമിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. എന്നിട്ട് പെട്ടെന്ന് കിച്ചണിൽ കേടുവന്ന ഫാൻ റെഡിയാക്കി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഹീറോ കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ എന്തോന്നിത് പയ്യൻ പോയിട്ട് ഒരുപാട് നേരമായല്ലോ എന്ന് പറഞ്ഞ് അമ്മ വന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഹീറോ ഫാൻ അയച്ച് തുടക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട ഉടനെ അമ്മ ഈ നടന്നുണ്ട്, എന്നടാ പയ്യൻ ഇപ്പം തന്നെ ജോലി ചെയ്യിപ്പിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് വന്ന ഉടനെ അങ്ങോട്ട് നോക്കുമ്പോൾ ആ ഒരു പെണ്ണ് നിനക്ക് തീരെ സെറ്റ് ആവില്ല, അവൾ ഹൈ മെയിൻ്റനൻസ് പോലെ തോന്നുന്നുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് സെറ്റ് ആവില്ല, അവളെ മര്യാദക്ക് മറന്നോ എന്ന് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആൾ അവിടെ മെയിൻ മറന്നിട്ട് എൻ്റെ മനസ്സ് ഞാൻ അവിടെ റാണിക്ക് കൊടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ ഇവർ നിൽക്കും. അതോടെ ഹീറോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അടുത്തടുത്ത നാളുകളിൽ കല്യാണത്തിന് വേണ്ടിയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഹീറോയും നിറയെ സംസാരിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ കൂടെ ജീവിക്കുന്നത് ആലോചിച്ച് ഓരോരോ ദിവസവും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി വെക്കുന്നുണ്ട്. ഹീറോയിന് ഇഷ്ടപ്പെട്ട ദിനേശ് പണ്ഡിറ്റിൻ്റെ നോവൽ വാങ്ങി വായിക്കുന്നത് ഇതിനേക്കാളൊക്കെ ഹയ്യസ്റ്റ് ആയിട്ട് ഹീറോയിൻ്റെ പേര് പച്ച കുത്തുന്നുണ്ട്. നാൾക്ക് ഹീറോയിൻ്റെ മേലുള്ള കാതിൽ ഹീറോക്ക് അധികം ആവുന്നുണ്ട്. അത് തന്നെയാണ് അവിടെയും. ഹീറോയിനും പല സ്വപ്നങ്ങളുടെ ഇങ്ങനെയൊക്കെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഇവരോട് കല്യാണവും കഴിയുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് പ്രസൻറ്റിൽ കാണിക്കുന്നുണ്ട്. അവൻ നിന്നെ എത്രത്തോളം ലവ് ചെയ്തിട്ടുണ്ടെന്ന്, നിന്റെ പേര് അവൻ കയ്യിൽ പച്ച വരെ കുത്തിയിട്ടുണ്ട്, എന്നാൽ അവനെ കൊല്ലാൻ എങ്ങനെ നിനക്ക് മനസ്സ് വന്ന് എന്ന് ഇൻസ്പെക്ടർ ഹീറോയിനോട് ചോദ്യത്തിന് മേലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഹീറോയിൻ സിമ്പിളായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എത്ര എന്നെ കൊലയാളിയാക്കാൻ ശ്രമിച്ചാലും സത്യം ഒരിക്കലും മൂടി വെക്കാൻ കഴിയൂല എന്നൊരു മറുപടി പറയും. ശരി ഓക്കെ, നിങ്ങളുടെ കല്യാണ ജീവിതത്തെ പറ്റി പറ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും പോലെ തന്നെ പുതുതായിട്ട് കല്യാണം കഴിയുന്നവരുടെ ജീവിതം ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. അതുപോലെയാണ് ഇവരുടെ ജീവിതവും ആരംഭിച്ചിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ ഉടനെ ചെക്കൻ്റെ വീട്ടിലേക്ക്, അതായത് ഹീറോയുടെ വീട്ടിലേക്ക് വരാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുമ്പോൾ അതേ ട്രെയിനിൽ കല്യാണമായിട്ടുള്ള ന്യൂ കപ്പിൾസും വന്ന് ഇറങ്ങുന്നുണ്ട്. അവരെ വരവേൽക്കാനായിട്ട് ഏകപ്പെട്ട ഫ്രണ്ട്സ്, ബാൻഡ് വാദ്യങ്ങൾ എല്ലാം വന്ന് വരവേൽക്കുന്നുണ്ട്. എന്നാൽ ഇവരെ വരവേൽക്കാനായിട്ട്